കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ സാദി ഇന്ത്യ. മുമ്പൊക്കെ വീഡിയോ വൈറലാവാൻ റീച്ച് ആവാനൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് പറയും നല്ല കണ്ടൻറ്റ് ചെയ്താൽ മതിയെന്ന്. ഇപ്പം നല്ല കണ്ടൻറ്റ് ചെയ്താലും വീഡിയോ റീച്ച് ആവാൻ പാടാണ്. എല്ലാവരും നല്ല കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ വീഡിയോ റീച്ച് ആവാൻ ഒന്നല്ലെങ്കിൽ ക്യാഷ് കൊടുക്കണം, ഗിവ് അവേ, അല്ലെങ്കിൽ ഗോൾഡ് കോയിന്, അല്ലെങ്കിൽ താറ്, വലിയ വലിയ ഗിവ് അവേ കൊടുക്കണം. എന്നാലാണ് ആളുകൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് ഇതൊന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാൽ വീഡിയോ റീച്ച് ആവണം, ഫോളോവേഴ്സ് കൂടണം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോട് പറയാനുള്ളത്, ദയവായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് കാണണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ സാധാരണ പറയാറില്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചൊരു യൂട്യൂബർ, സാധിക്കാൻ നിങ്ങൾ സ്കൂളിലൊരു ഗസ്റ്റായിട്ട് വരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം, എത്ര ക്യാഷ് വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്യാഷൊന്നും വേണ്ട, എന്നാരും ഗസ്റ്റായിട്ടൊന്നും വിളിക്കാറില്ല എന്ന് പറഞ്ഞു. മിനിമം നമുക്ക് 1,00,000 ഫോളോവേഴ്സെങ്കിലും വേണം, എന്നാലല്ലേ നമ്മളെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കൂ. എന്തിനേറെ പറയുന്നത്, ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്, അവരെൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്ന ആളെ ടീച്ചറാണ്. പക്ഷേ അവരെ മാനേജ്മെൻറ്റ് ഈ ഫോളോവേഴ്സിൻ്റെ കാര്യം നോക്കിയപ്പോൾ നമ്മൾ ഫോളോവേഴ്സ് കുറവല്ലേ, അതുകൊണ്ട് തള്ളിപ്പോയി. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. അഥവാ സോഷ്യൽ മീഡിയയിൽ നിന്നൊരു വരുമാനം വരികയാണെങ്കിൽ അതിൻ്റെ 90% ഞാൻ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. അതെൻ്റെ ഒരു ഉറപ്പാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വെറുതെ ഫോളോ ചെയ്യേണ്ട, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാനൊരു പെറ്റ് ലവറാണ്, ഡോഗിനായിട്ടൊക്കെയുള്ള വീഡിയോ ഉണ്ടാവും, ചിലർക്കത് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ള ആളുകൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരോടും സ്നേഹം മാത്രം.